നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് വളരെ ദരിദ്രരായിട്ടുള്ള ആളുകൾ അവരുടെ കയ്യിൽ അവസാനത്തെ പണവും കൊടുത്ത് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നത് എന്ന്? പുറത്ത് നോക്കുന്ന നമുക്ക് അത് തികഞ്ഞ ഒരു മണ്ടത്തരമായിട്ട് തോന്നാം. ആ പണം എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ചിലവാക്കിക്കൂടെ? അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തൂടെ? നല്ല ഭക്ഷണം വാങ്ങിക്കഴിച്ചൂടെ? അല്ലെങ്കിൽ അത് ബാങ്കിലൊന്ന് സേവ് ചെയ്ത് വെച്ചൂടെ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിച്ചേക്കാം. ഒരു സാമ്പത്തിക വിദഗ്ധനോട് ചോദിച്ചാൽ അയാൾ പറയും, ലോട്ടറി അടിക്കാനുള്ള സാധ്യത ലക്ഷത്തിലൊന്നോ അല്ലെങ്കിൽ കോടിയിലൊന്നോ മാത്രമാണ് എന്ന്. ഈ കണക്കുകൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കുമോ അവർ വീണ്ടും വീണ്ടും ലോട്ടറി വാങ്ങുന്നത്? അല്ല, ഈ കണക്കുകൾ ഏറെക്കുറെ അവർക്കും അറിയാം. എന്നിട്ടും അവർ ആ തെറ്റ് ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ കണക്കുകളേക്കാൾ വളരെ വലിയ ഒരു ശാസ്ത്രം, മനഃശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഇന്ന് നമ്മൾ മനുഷ്യ മനസ്സിൻ്റെ വളരെ വൈകാരികമായ ഒരു തലത്തിലേക്കാണ് യാത്ര ചെയ്യാൻ തുടങ്ങുന്നത്. ദാരിദ്ര്യം മനുഷ്യൻ്റെ ചിന്തകളെ എങ്ങനെയാണ് മാറ്റിയെഴുതുന്നത് എന്നും, ഒരു ലോട്ടറി ടിക്കറ്റ് എന്നുള്ളത് വെറും ഒരു കടലാസ് കഷ്ണമല്ല, മറിച്ച് അത് അതിജീവനത്തിൻ്റെ സൈക്കോളജിയാണ് എന്നുമുള്ള വളരെ വലിയൊരു സത്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നു. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളെ പൂർണ്ണമായിട്ടും തിരുത്തിയെഴുതും. അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും കാണാം. ഈ വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നമുക്ക് അയാളെ രാജൻ എന്ന് വിളിക്കാം. സാങ്കല്പികമായിട്ടുള്ള പേരാണ്. രാജൻ ഒരു സാധാരണ ദിവസവേതനക്കാരനാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലത്ത് കഷ്ടപ്പെട്ടാൽ രാജന് ലഭിക്കുന്നത് തുച്ഛമായിട്ടുള്ള ഒരു പണമാണ്. ഈ ചെറിയ ഒരു തുക കൊണ്ട് വേണം രാജന് വാടക കൊടുക്കാൻ, അതുപോലെ കുട്ടികളുടെ ഫീ അടയ്ക്കാൻ, വീട്ടിലെ റേഷൻ വാങ്ങാൻ. എല്ലാം കഴിഞ്ഞ് മാസാവസാനം നോക്കുമ്പോൾ രാജൻ്റെ കയ്യിൽ സാധാരണഗതിയിലും ഒന്നും മിച്ചം ഉണ്ടാവില്ല, മറിച്ച് കുറച്ച് കടങ്ങൾ കൂടിയിട്ടുമുണ്ടാകും. എന്നാൽ ഈ രാജൻ വർഷങ്ങളായിട്ട് ഒരു ശീലത്തെ പിന്തുടരുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ കവലയിലെ കടയിൽ നിന്ന് അയാൾ ഒരു 40 രൂപ കൊടുത്തിട്ട് ലോട്ടറി ടിക്കറ്റ് വാങ്ങും. മാസത്തിൽ അയാൾ ഏകദേശം ഒരു 1200 രൂപയോളം ലോട്ടറിക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട് എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ ഈ രാജനോട് ചോദിച്ചു, രാജാ, ഈ പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷത്തിൻ്റെ അവസാനം അത് സാമാന്യം വലിയൊരു തുകയായിട്ട് നിങ്ങൾക്ക് കിട്ടില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് ദിവസവും ഇങ്ങനെ പണം കളയുന്നത് എന്ന്. അന്ന് രാജൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു രാജൻ പറഞ്ഞത്. അയാൾ പറയുകയാണ്, ഈ 40 രൂപ ഞാൻ ബാങ്കിലിട്ടാൽ എനിക്ക് എൻ്റെ കടങ്ങൾ തീർക്കാനോ അല്ലെങ്കിൽ നല്ലൊരു വീട് വയ്ക്കാനോ ഒരിക്കലും കഴിയില്ല. എൻ്റെ ഈ കഷ്ടപ്പാട് മാറണമെങ്കിൽ, എൻ്റെ കുട്ടികളെ നല്ല ഒരു നിലയിൽ എത്തിക്കണമെങ്കിൽ ഞാൻ ഇനിയും എത്രയോ ജന്മങ്ങൾ ഇതുപോലെ പണിയെടുക്കണം. പക്ഷേ വൈകുന്നേരം ഈ 40 രൂപ കൊടുത്ത് ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങുമ്പോൾ നാളെ ഉച്ചയ്ക്ക് 3 മണി വരെ, അതായത് അത് നറുക്കെടുക്കുന്ന ആ സമയം വരെ അയാൾക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ടത്രേ. നാളെ എനിക്ക് ഈ ലോട്ടറി അടിക്കുമെന്നും എൻ്റെ കഷ്ടപ്പാടുകൾ മുഴുവൻ തീർന്ന് ഞാനും ഒരു വലിയ മനുഷ്യനാകുമെന്ന് എനിക്ക് സ്വപ്നം കാണാം. ആ സ്വപ്നം കാണാനുള്ള ലൈസൻസാണ് എനിക്ക് ഈ 40 രൂപയുടെ ടിക്കറ്റ് എന്ന് ഒരു ടിക്കറ്റും ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അയാൾ എന്നോട് പറഞ്ഞു. നോക്കൂ, എത്ര വലിയ ഒരു സൈക്കോളജിക്കൽ സത്യമാണ് ആ രാജൻ പറഞ്ഞത്. രാജൻ പണം കൊടുത്തിട്ട് വാങ്ങുന്നത് വെറും ഒരു കടലാസ് കഷ്ണമല്ല, മറിച്ച് ഒരു ദിവസത്തേക്ക് രാജൻ്റെ തലച്ചോറിന് സമാധാനമായിട്ടുറങ്ങാനുള്ള പ്രതീക്ഷ, ഹോപ്പ് എന്നുള്ള ഒരു മരുന്നാണത്. പണത്തിൻ്റെ മനഃശാസ്ത്രത്തിൽ മോർഗൻ ഹൗസിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ആരും ഭ്രാന്തന്മാരല്ല എന്ന്. നോ വൺ ഈസ് ക്രേസി. സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ മറ്റ് ഒരുപാട് മാർഗങ്ങളുണ്ട്.
അവർക്ക് ബിസിനസ് തുടങ്ങാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലോകം ചുറ്റിക്കാണാൻ പോകാം. പക്ഷേ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ കഴിയുന്ന ഒരു മനുഷ്യന് ഭാവിയിലേക്ക് നോക്കുന്ന സമയത്ത് ആകെ ഇരുട്ട് മാത്രമായിരിക്കും, ഒരു ശൂന്യത മാത്രമായിരിക്കും. അവിടെ യാതൊരു വിധത്തിലുള്ള ഒരു പ്രതീക്ഷയുമില്ല. ഇത്തരം ഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ ഉപബോധ മനസ്സ് വളരെ വലിയ ഒരു പ്രതിരോധം സൃഷ്ടിക്കും. ആ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ മനസ്സ് കണ്ടെത്തുന്ന ഒരു പിടിവള്ളിയാണ് ഈ വിധത്തിലെ ലോട്ടറികൾ. ഒരു സാധാരണ ഇൻവെസ്റ്റ്മെൻ്റ് എന്നത് ലോജിക്കലായിട്ടുള്ളൊരു തീരുമാനമാണ്. പക്ഷേ ലോട്ടറി വാങ്ങുക എന്നുള്ളത് 100% ഇമോഷണലായിട്ടുള്ള, വൈകാരികമായിട്ടുള്ള ഒരു തീരുമാനം മാത്രമാണ്. മനുഷ്യൻ്റെ യുക്തിയെ വികാരങ്ങൾ കീഴടക്കുമ്പോഴാണ് ഈ വിധത്തിലുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത്. അവർക്കറിയാം ലോട്ടറി അടിക്കാനുള്ള സാധ്യത അത്രമാത്രം കുറവാണ് എന്ന്. എങ്കിലും ആ ചെറിയ സാധ്യത അവരുടെ ഉപബോധ മനസ്സിൽ ഡോപ്പമിൻ എന്നുള്ള ഹോർമോൺ, അതായത് ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അവർക്ക് താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും വളരെ വലിയ ഒരു സന്തോഷം കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ആ പാവപ്പെട്ട രാജൻ്റെ കാര്യമല്ലേ, നമ്മളാരും അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാറില്ലല്ലോ എന്ന്. പക്ഷേ സത്യത്തിൽ നമ്മളും ഇതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കയ്യിൽ പണമില്ലാത്ത സമയത്ത് EMI എടുത്ത് വലിയ വിലയുള്ള ഐഫോൺ വാങ്ങുന്നതും, അതുപോലെ അയൽക്കാരെ കാണിക്കാൻ വേണ്ടി വലിയ തുകകൾ ലോൺ എടുത്ത് വാഹനങ്ങളൊക്കെ വാങ്ങുന്നതും എന്തുകൊണ്ടാണ്? ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ അതും വലിയ മണ്ടത്തരം തന്നെയല്ലേ. രാജൻ അയാളുടെ കഷ്ടപ്പാടുകളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നുമൊക്കെയുള്ള മോചനത്തിന് വേണ്ടി ലോട്ടറി ടിക്കറ്റ് വാങ്ങിയപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിലെ സ്റ്റേറ്റസ് നിലനിർത്താൻ വേണ്ടി, മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാൻ വേണ്ടി ഈ വിധത്തിലുള്ള സാധനങ്ങൾ വാങ്ങുന്നു. രണ്ടും വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കുന്ന തീരുമാനങ്ങളാണ്. മനുഷ്യൻ്റെ ഉപബോധ മനസ്സിലെ ആ അരക്ഷിതാവസ്ഥയാണ് ഇതിനെല്ലാം കാരണം. നമ്മൾ ഓരോരുത്തരും പണത്തെ കാണുന്നത് നമ്മുടെ ജീവിതാവസ്ഥകളുടെ കണ്ണാടിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ശരികളായിരിക്കില്ല നിങ്ങളുടെ ശരികൾ. അതുകൊണ്ട് മറ്റൊരാളുടെ സാമ്പത്തിക തീരുമാനങ്ങളെ പുറത്തു നിന്ന് കണ്ടിട്ട് പരിഹസിക്കുന്നതിന് മുൻപ് അവർ ഏത് മാനസിക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കാം. ദാരിദ്ര്യം മനുഷ്യൻ്റെ കയ്യിലെ പണത്തെ മാത്രമല്ല ഇല്ലാതാക്കുന്നത്, അത് അവരുടെ യുക്തിയെയും ചിന്താശേഷിയും കൂടിയാണ് ഇല്ലാതാക്കി കളയുന്നത്. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താതെ അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങൾ എപ്പോഴും വികാരങ്ങളിൽ നിന്നല്ല, മറിച്ച് യുക്തിയിൽ നിന്നാകാൻ ശ്രദ്ധിക്കണം. പണം നിങ്ങൾക്ക് നൽകേണ്ടത് താൽക്കാലികമായിട്ടുള്ള പ്രതീക്ഷകളല്ല, മറിച്ച് ശാശ്വതമായ സമാധാനമാണ്. ആ സമാധാനം നിങ്ങളുടെ സ്വന്തമാകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉപബോധ മനസ്സ് വളരെ ശാന്തമായിരിക്കണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ പുതിയ ഒരു വെളിച്ചം നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യനെ സൈക്കോളജിക്കലായിട്ട് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം. ഈ വിധത്തിൽ ആഴത്തിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.